നമസ്കാരം. ഞാനിവിടെ മിയാവാക്കി മാതൃകാ വനവൽക്കരണം ആദ്യം ആരംഭിച്ച സ്ഥലമൊന്ന് കാണിക്കാം. ആ സ്ഥലം അന്ന് കിടന്നിരുന്നത്, അതായത് ഞങ്ങൾ ഈ വനം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഭൂമി തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അത് കിടന്നിരുന്ന ഒരു ഫോട്ടോ, അന്നത്തെ ഒരു ഫോട്ടോയാണിത്. ഇപ്പോൾ അതേ പോയിന്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അതേ പാറകൾ തന്നെയാണ് ഇപ്പോഴും ഈ വീഡിയോയിലും കാണുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന അതേ സ്ഥലം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാടിൻ്റെ ഉൾവശമാണ്. 4 വർഷമായ ഒരു മിയാവാക്കി വനത്തിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് കാണാൻ പറ്റും. എന്തിനാണിത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യം മിയാവാക്കി വനത്തിൽ പാമ്പ് വരുമോ, പാമ്പ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു സുഹൃത്ത് മിയാവാക്കി വനം അദ്ദേഹത്തിൻ്റെ പറമ്പിൽ വെക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ചോദിച്ച ഒരു കാര്യം ഇത് തന്നെയാണ്, പാമ്പ് വരാനുള്ള സാധ്യത എന്തുമാത്രമാണ്. അപ്പോൾ അവരതിൻ്റെ കൂടെ ചോദിച്ചു, സാധാരണ ഈ കാടിൻ്റെ അകത്തുള്ള പോലെ ഇവിടെ മരങ്ങൾ ഒന്നും അങ്ങനെ ചൂട്ടിൽ കാണുന്നില്ലോ എന്ന് ചോദിച്ചു. ഈ സാധാരണ കാടിൻ്റെ അകത്ത് മരങ്ങളുണ്ടെന്ന് നമ്മൾ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഈ ചെറിയ കാടിൻ്റെ അരികിലാണ് പലപ്പോഴും ഈ ചെറിയ ചെടികളും പച്ചിലകളും കുറ്റിച്ചെടികളും എല്ലാം ധാരാളമായിട്ട് കാണുന്നത്. അതിനൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ സൂര്യപ്രകാശം വീഴുന്ന സ്ഥലത്ത് സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഭൂമി തന്നെ ചെറിയ ചെറിയ ഒരുപാട് വിത്തുകളെ മുളപ്പിക്കും. ഉദാഹരണം നമ്മുടെ റബ്ബർ തോട്ടങ്ങൾ എടുക്കുക. റബ്ബർ തോട്ടങ്ങളിൽ ഒരു 8, 10, 15 അടി വരെയൊക്കെ റബ്ബർ ഒറ്റ തടിയായിട്ടാണ് പോകുന്നത്. അതിന് ശേഷമാണ് അതിന് ശിഖരങ്ങൾ വരുന്നത്. അപ്പോൾ രാവിലെ വൈകിട്ടുമൊക്കെ ഈ റബ്ബറിൻ്റെ ചോട്ടിലേക്ക് വെയിൽ നന്നായിട്ട് കിട്ടും. അതൊരു കാടല്ല, മുകളിൽ പച്ചപ്പുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വെയിൽ നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ റബ്ബർ തോട്ടത്തിൽ ധാരാളമായിട്ട് കളകൾ വളരാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ റബ്ബർ തോട്ടത്തിൽ ഇടുന്ന തോട്ടത്തിനിടയായിട്ട് ഇടുന്ന ഒരു പയറുണ്ട്, ഒരു അന്തകൻ പയറാണ്. അത് പടർന്നു കഴിഞ്ഞാൽ അത് അടുത്തുള്ള ചെടികളെയും മരങ്ങളെയൊക്കെ ഞെക്കി കൊല്ലുന്ന ഒരു ചെടിയാണ്. ആ സാധനമൊക്കെ അവിടെ നന്നായിട്ട് വളരുന്നത് അത്രയധികം സൂര്യപ്രകാശം അവിടെ വീഴുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ പിക്നിക്കിൽ കാണുന്ന, അല്ലെങ്കിൽ സിനിമയിലോ ഇതിലോ കാണുന്നതല്ല, യഥാർത്ഥ കാടിൻ്റെ ഉൾവശം കണ്ടിട്ടുള്ളവർ വളരെ കുറവാണ്. കാടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഈ മരങ്ങളുടെ ഇലച്ചാർത്തിനിടയിലൂടെ താഴേക്ക് വെയിൽ വീഴാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കാടെന്ന് പറഞ്ഞാൽ ഒരു മരം അല്ല. അവിടെ ഇപ്പോൾ ഈ റബ്ബർ തോട്ടത്തിലോ അല്ലെങ്കിൽ തെങ്ങിൻ തോട്ടത്തിലോ ഒക്കെ മാവും തോട്ടത്തിലൊക്കെ നിൽക്കുന്നത് പോലെ ഒരേ ഇനം മരങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനമല്ല കാട്. അവിടെ 3-4 തട്ടുകളായിട്ടാണ് മരങ്ങൾ നിൽക്കുന്നത്. ഏറ്റവും പൊങ്ങിപ്പോകുന്ന മരങ്ങൾ ഏറ്റവും മുകളിലേക്ക് പോകുന്നു. അതിൻ്റെ തൊട്ട് താഴെ മരങ്ങൾ, എമർജൻറ്റ് ട്രീസ് കഴിഞ്ഞ് താഴത്തെ ലെവലിലൊരു മരം നിൽക്കുന്നു. അതിൻ്റെ താഴെ ചെറിയ മരങ്ങൾ നിൽക്കുന്നു. അതിൻ്റെ താഴെ കുറ്റിച്ചെടികൾ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല സ്പീഷീസുകൾ ഒരുമിച്ച്, പല വലിപ്പത്തിൽ വളരുന്ന ചെടികൾ ഒരുമിച്ച് വളരുന്നത് കൊണ്ട് ഈ ചെടിയുടെ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ വീഴുന്ന വെയിൽ ഭൂമിയിൽ വന്ന് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭൂമിയിൽ വെയിൽ വീഴാത്തിടത്തോളം കാലം അവിടെ വിത്ത് മുളപ്പിക്കാൻ ഭൂമിക്ക് താല്പര്യമില്ല. എപ്പോഴും ഭൂമി, നമ്മൾ ഈ വഴിയൊക്കെ വളരെ ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മൾ വഴിയിലുള്ള പുല്ല് ചെത്തിപ്പറിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ പുല്ല് നന്നായിട്ട് വളരുന്ന കാണാം. അതുപോലെ തന്നെ നമ്മളുടെ പലപ്പോഴും റോഡ് അരികിലും പറ്റും ആരും വെച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല, പുല്ല് വളർന്നു കൂടും. അത് കഴിയുമ്പോൾ അവിടെ ചെറിയ ചെടികൾ വളരും. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ വലിയ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ പോലെയുള്ള യൂപ്പറ്റോറിയം പോലെയുള്ള ചെടികൾ, കാട്ടപ്പാന്നോ മറ്റാണ് അതിൻ്റെ ശരിയായ പേര്. അപ്പോൾ ഇത്തരം ചെടികൾ വളരും. അതിലെ വള്ളി കയറി ചുറ്റും. അങ്ങനെ അവിടെ ഒരു ചെറിയ കുറ്റിക്കാട് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാകും. വെറുതെ കിടക്കുന്ന, വലിയ കൃഷി ചെയ്യാതെ കിടക്കുന്ന പറമ്പുകളിലൊക്കെ സംഭവിക്കുന്നതാണ്. എന്നാലൊരു മിയാവാക്കി വനം വെച്ച് കഴിയുമ്പോൾ അവിടെ അത് സംഭവിക്കുന്നില്ല. കാരണം ആ മരങ്ങളെല്ലാം വാശിക്ക് വളരുകയാണ്. ഈ മരങ്ങൾ വളർന്ന് മുകളിലേക്ക് പോയി അതിന് മുകളിൽ ഒരു ചാർത്ത്, ഇലയുടെ ഒരു ചാർത്ത് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ താഴെ ഇങ്ങനെയുള്ള കാടുകൾക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കിളുക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ താഴെ ഏതെങ്കിലും ഒരു ജീവിയോ ഏതെങ്കിലും ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിലത് പെടാനുള്ള സാധ്യതയും വളരെ എളുപ്പമാണ്. അപ്പോൾ മിയാവാക്കി വനം വെക്കുന്ന ആളുകളോടെല്ലാം ഈ പറയുന്ന സംശയം ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇതുപോലെ പച്ചില കൊണ്ട് മൂടിയ ഒരു കാടായിട്ടായിരിക്കും അവരതിൻ്റെ ചുവടിനെ കാണുന്നത്. അത് യഥാർത്ഥ കാട് കാണാത്തതുകൊണ്ടൊരു പ്രശ്നമാണ്. അത്തരത്തിലുള്ള കാടല്ല. ഒരു വനം ശരിയായ വനമായി മാറിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ പുതയിടുന്നും കൂടി ഉണ്ടെങ്കിൽ വേറെ ചെടികൾ കിളുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഞങ്ങൾ ഇവിടുത്തെ പല കാടുകളുടെ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ചെറിയ കാടുകൾ, ഇപ്പോൾ ഇത് ഏകദേശം 1 വർഷമായ ഒരു കാടാണ്. ഇതിനകത്ത് കുറച്ച് താഴത്തെ ലെവലിൽ കുറച്ച് ചെടികളുണ്ട്, കാരണം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഞങ്ങൾ ഏറ്റവും മുകളിൽ ഞങ്ങൾ അടുത്ത ഇടയ്ക്ക് നട്ട ഒരു 3 മാസത്തിൽ താഴെ പ്രായമുള്ള ഒരു കാടാണ്. അപ്പോൾ ആ 3 മാസം കൊണ്ട് വളർന്നതുകൊണ്ട് അതിനിടയ്ക്ക് ചെറിയ ചെടികളും തൈകളുമൊക്കെ ധാരാളം വളരുന്നുണ്ട്. കാരണം ഈ ചെടികൾ മേലോട്ട് പൊങ്ങിയിട്ടില്ല. പൊങ്ങി അവിടെ മറച്ച് കഴിയുമ്പോൾ വെയിൽ കിട്ടാതാകുമ്പോൾ ഈ താഴത്തെ ചെടികൾ തന്നെ ഇല്ലാതാകും. ഇപ്പോൾ ഇതിൻ്റെ തുടക്ക സമയമായതുകൊണ്ട് ഇതിനിടയ്ക്കൂടെ ഈ ചെറിയ തൈകൾ വളരുന്നുണ്ട്. ഇത് ഞങ്ങൾ പറിച്ച് ഇതിനിടയ്ക്ക് തന്നെ വളമായിട്ടിടും. ഇനി ഇത് വീണ്ടും നോക്കുക, കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞു. ഏതാണ്ട് 4 വർഷം കഴിഞ്ഞ ഒരു വനം, അതാണ് നമ്മുടെ ആദ്യത്തെ വനമാണിത്. ഇതിവിടെ വളർച്ച പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് താഴെ നിന്നും പുതിയ ചെടികൾ മുളച്ചു വരുന്നേ ഇല്ല എന്ന് കാണാൻ പറ്റും. ഇതാണ് ഒരു വനം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത്. അത് 4 വർഷം കൊണ്ട് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഇനിയിപ്പോൾ ഈ കാടിന് നമ്മൾ മെയിൻ്റനൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതിങ്ങനെ നിന്നോളും. അപ്പോൾ ഇതിന് ചുറ്റും ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് പിന്നെ ഏതെങ്കിലും ജീവി പുറത്തേക്ക് വരികയോ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇതിനിടയ്ക്ക് പാമ്പ് പോലെയുള്ള ജീവികൾ കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിനകത്ത് ഈ പച്ചില കാട്ടിലോ അല്ല ഇതിലോ ഇരിക്കുന്ന പോലെ പതുങ്ങിയിരിക്കാനുള്ള ഒരു സൗകര്യം അതിനില്ല. അത് വേറെ എവിടെയെങ്കിലും പോയിരിക്കും. അതിന് ചുറ്റുപാട് നമ്മൾ വൃത്തിയാക്കിയിടണം ചുറ്റും, അപ്പോൾ നമുക്കത് കാണാനും പറ്റും. അതുകൊണ്ട് ഈ പാമ്പിനെ പേടിച്ച് നമ്മൾ വീട്ടിൽ നിന്നും വീടിനടുത്ത് കാട് വെക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. വീടിന് ചുറ്റുമുള്ള ഫലം കൃത്യമായി നമ്മൾ കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ വീടിന് ചുറ്റും കാട് വെച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മൾ കെട്ടി തിരിച്ചിട്ടുമുണ്ട്. അതിനിടയ്ക്കൂടെ നമുക്ക് നടക്കാനുള്ള വഴി വൃത്തിയാക്കി വേറെ ഇട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല. ഒരു കാട് വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിക്കാട് പിന്നെ ഈ പറയുന്ന പോലെ വളരെ ചെറിയൊരു അളവിലായിരിക്കും അത് ഉണ്ടാകുക. അല്ല ഇതുപോലെ നമ്മളൊരു കാട് പിടിച്ച് കിടക്കുന്ന പറമ്പ് എന്ന് നമ്മൾ പറയുന്നതും കാടിൻ്റെ ഉള്ളിലെ ഒരു അടിക്കാടെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിൽ നമുക്ക് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കഴുത്തിനറ്റം തന്നെ പലതരം വള്ളിയും കുറ്റിച്ചിട്ടുകളൊക്കെ ആയിട്ടത് മൂടി നിൽക്കും. നമ്മളതിനകത്ത് കയറിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ പോലും പറ്റില്ല. പക്ഷേ ഇത്തരം ഒരു സ്ഥലത്ത് അങ്ങനെയല്ല അതിൻ്റെ ഘടന. അത് വളരെ കൃത്യമായിട്ട് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.